ഇന്ത്യ ഒരു വൻ ശക്തിയാണെന്നും നേരിട്ട് ഏറ്റുമുട്ടിയാൽ ജയിക്കാനാവില്ലെന്നും പാകിസ്ഥാൻ അറിയാം. സൈനിക ശക്തിയിൽ ലോക രാജ്യങ്ങളോടൊപ്പം ഇന്ത്യക്ക് പ്രധാന സ്ഥാനം ഉണ്ടെന്നും അറിയാം. പിന്നെയുള്ള ഏക വഴി മൈക്കിലൂടെയുള്ള വെല്ലുവിളി മാത്രം. അപ്പോൾ പറയുന്നവനും ഒരു സുഖം, കേൾക്കുന്നവന് പരമസുഖം. ഇന്ത്യക്കെതിരെ എന്തെങ്കിലും പറഞ്ഞാൽ മാത്രമേ പാകിസ്ഥാനിൽ നിലനിൽപ്പുള്ളൂ എന്നത് മറ്റൊരു സത്യം. എന്നെങ്കിലും ഇന്ത്യയുമായി ഒരു യുദ്ധം വീണ്ടും ഉണ്ടായാൽ ജാംനഗറിലെ പെട്രോളിയം ശുദ്ധീകരണശാല തകർക്കുമെന്ന് പ്രവചിച്ചിരിക്കുകയാണ് പാക് സൈനിക മേധാവി അസീം മുനീർ. സിന്ധു നദീജല കരാർ റദ്ദാക്കാനുള്ള ഇന്ത്യയുടെ തീരുമാനം വന്നപ്പോൾ മുനീർ യുദ്ധകാഹളം മുഴക്കിയിരുന്നു. സിന്ധു നദിയിൽ ഇന്ത്യ അണക്കെട്ട് പണിതാൽ നിർമ്മാണം പൂർത്തിയാകുന്ന അന്ന് തന്നെ മിസൈൽ വിട്ട് തകർക്കുമെന്നാണ് വാമൊഴി. സിന്ധു നദി ഇന്ത്യക്കാരുടെ കുടുംബ സ്വത്തല്ലെന്നും ഞങ്ങൾക്ക് മിസൈലുകൾ ആവശ്യത്തിലേറെയുണ്ടെന്ന് ഓർക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഒരണക്കെട്ട് നിർമ്മിച്ചാൽ 10 മിസൈൽ വിട്ടായിരിക്കും അത് ഞങ്ങൾ തകർക്കുകയെന്നും US പ്രസിഡന്റ് ട്രംപിന്റെ പിന്തുണ ഞങ്ങൾക്കാണെന്നും മുനീർ തട്ടിവിട്ടു. US-ഉമായി പുതിയ ബന്ധം സ്ഥാപിച്ച ശേഷമാണ് ഇത്തരം പ്രകോപന പരമ്പരയെന്നതും ശ്രദ്ധേയമാണ്. അതുപോലെ US സന്ദർശനം നടത്തുന്ന വേളയിലും ഭീഷണി മുഴക്കാൻ മറന്നില്ല. പാകിസ്ഥാന്റെ നിലനിൽപ്പിന് ഇന്ത്യ ഒരു വിലങ്ങു തടിയായാൽ ആണവ യുദ്ധത്തിനും ഞങ്ങൾ മടിക്കില്ലെന്ന് മുനീർ ഭീഷണിപ്പെടുത്തി. മുകേഷ് അംബാനിയുടെ പേര് തുറന്നു പറഞ്ഞുകൊണ്ടാണ് എണ്ണ ശുദ്ധീകരണശാല തകർക്കുമെന്ന് മുന്നറിയിപ്പ് നൽകുന്നത്. യുദ്ധം ചെയ്തും യുദ്ധം ചെയ്യാൻ ഭീകര സംഘടനകൾക്ക് സഹായം ചെയ്തും രാജ്യത്തെ സാമ്പത്തിക അസ്ഥിരതയിലേക്ക് തള്ളിവിട്ടിട്ടും ഭീഷണി മുഴക്കലിന് ഒരു കുറവും പാക് അധികാരികൾ വരുത്തിയിട്ടില്ല. പാകിസ്ഥാനിലെ സാധാരണക്കാരുടെ ദയനീയ ചിത്രങ്ങൾ ചില മാധ്യമങ്ങളിൽ വന്നിട്ടുമുണ്ട്. അസീം മുനീറിന്റെ ഭീഷണി വന്നതിന് പുറമെ പാക് പ്രധാനമന്ത്രിയും വെറുതെ ഇരുന്നില്ല. അദ്ദേഹവും ഒരു ഭീഷണി അങ്ങ് തട്ടിവിട്ടു. പാകിസ്ഥാന്റെ ഒരു തുള്ളി വെള്ളം പോലും തട്ടിയെടുക്കാൻ കഴിയില്ലെന്നും അങ്ങനെയൊരു സാധ്യത ഇന്ത്യയുടെ ഭാഗത്തു നിന്നും ഉണ്ടാവരുതെന്നും പറയുന്നു. പാകിസ്ഥാന്റെ നിലനിൽപ്പിന് ജലം അഭിവാജ്യ ഘടകമാണ്. അതിനെതിരെ നിന്നാൽ ഇന്ത്യയെ ഒരിക്കലും മറക്കാനാവാത്ത പാഠം പഠിപ്പിക്കാൻ ഞങ്ങൾക്കറിയാമെന്നും മുന്നറിയിപ്പ് നൽകി പാക് പ്രധാനമന്ത്രി ഷഹബാസ്. ഏപ്രിൽ 22 പഹൽഗാം ഭീകരാക്രമണത്തിൽ 26 പേരാണ് കൊല്ലപ്പെട്ടത്. അതിന്റെ ഭാഗമായി സിന്ധു നദീജല കരാർ നിർത്തിവെക്കാൻ ഇന്ത്യ തീരുമാനമെടുത്തിരുന്നു. അതോടെ ഭ്രാന്ത് പിടിച്ച മട്ടിലാണ് പാക് ഭരണാധികാരികളുടെ പ്രസ്താവനകളും പ്രകോപന പരമ്പരകളും. സമാധാന രാഷ്ട്രമായ ഇന്ത്യയെ ഏതൊക്കെ രീതിയിൽ പ്രകോപിപ്പിക്കാനാവുമെന്ന് ചിന്തിച്ചു നടക്കുന്ന ഭീകര രാഷ്ട്രമാണ് പാകിസ്ഥാൻ. പാക് സൈനിക മേധാവി അസീം മുനീർ സ്യൂട്ട് ധരിച്ച ഒസാമ ബിൻ ലാദനാണെന്ന് പെന്റഗൺ മുൻ ഉദ്യോഗസ്ഥൻ മൈക്കൽ റൂബിൻ അഭിപ്രായപ്പെട്ടത് ശ്രദ്ധേയമാണ്. പാകിസ്ഥാൻ യുദ്ധക്കൊതിയോടെ പെരുമാറുന്നത് അവിടെയുള്ള ഭീകര സംഘടനകൾക്ക് കൂടുതൽ കരുത്ത് നൽകാൻ മാത്രമേ സാധിക്കുകയുള്ളൂവെന്നും അമേരിക്കൻ മണ്ണിൽ നിന്നുള്ള ഭീഷണികൾ അംഗീകരിക്കാൻ സാധിക്കില്ലെന്നും റൂബിൻ ഒരഭിമുഖത്തിൽ പ്രതികരിച്ചു. പറഞ്ഞ കാര്യങ്ങൾ തിരുത്തി മാപ്പ് പറഞ്ഞാൽ മാത്രമേ അസീം മുനീറിനെ സ്വീകരിക്കാവൂ എന്നും അതുവരെ അദ്ദേഹത്തിന്റെ അമേരിക്കൻ വിസ തടഞ്ഞു വെക്കണമെന്നും റൂബിൻ ആവശ്യപ്പെട്ടു. പാക് ഭീകരവാദത്തിനെതിരെയുള്ള ഇന്ത്യയുടെ നടപടികൾക്ക് മറ്റ് ലോകരാജ്യങ്ങൾ പിന്തുണ പ്രഖ്യാപിച്ചത് പാകിസ്ഥാനെ ചൊടിപ്പിച്ചിട്ടുണ്ട്. ഭീകരവാദ പ്രവർത്തനങ്ങൾ അതിര് കടക്കുമ്പോൾ മാത്രമാണ് ഇന്ത്യ തിരിച്ചടിക്കാറുള്ളത്. ഇന്ത്യയുടെ സൈനിക ശക്തിക്ക് വളരെ നിസാരമായി തന്നെ തകർക്കാൻ സാധിക്കാവുന്ന രാജ്യമാണ് പാക്. എന്നാൽ ഇന്ത്യ സമാധാനപ്രിയരാണ്. പലപ്പോഴും അത് മുതലാക്കാൻ പാകിസ്ഥാൻ ശ്രമിച്ചിട്ടുമുണ്ട്. എപ്പോൾ യുദ്ധമുണ്ടായാലും നഷ്ടപ്പെടുന്നത് അവർക്കാണെങ്കിലും പ്രകോപനവും ഭീകര പ്രവർത്തനവും നിർത്താൻ പാകിസ്ഥാൻ തയ്യാറല്ല. സമാധാനം ആഗ്രഹിക്കുന്നത് ഇന്ത്യയാണ്. എന്നെങ്കിലും പാകിസ്ഥാന് ബുദ്ധി ഉദിക്കുമെന്ന് പ്രതീക്ഷിക്കണോ? പ്രതീക്ഷിക്കാമല്ലേ? അടുത്ത എപ്പിസോഡിൽ കാണും വരെ നന്ദി, നമസ്കാരം.